ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണെന്ന് അർച്ചന അറിയാണ്. വളരെ പേടിക്കുന്നുണ്ട് അർച്ചന. എന്റെ മോളെ ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞ് അർച്ചന അനിയന്മാരെയും കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. രുക്കു അപ്പൊ രമ്യയോടും മഞ്ജുവിനോടും പറയുന്നുണ്ട്, ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ചിന്നുവിനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ രമ്യ ചോദിക്കുന്നുണ്ട് അതെന്താ കാരണമെന്ന്. അതങ്ങനെയാണെന്ന് രുക്കു മറുപടിയും പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലാണെങ്കിൽ വിജയ് ശങ്കറും ചന്ദ്രയും ഫോണിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിന്നു അപ്പോൾ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. വിജയ് ശങ്കർ അപ്പോൾ എന്താന്ന് ചോദിച്ചിട്ട്, ചന്ദ്രേ നീ ചിന്നുമോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തു കൊടുക്ക് എന്ന് പറയുമ്പോ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ്. മനസ്സിൽ ചന്ദ്ര പറയുന്നുണ്ട്, മോളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടെ നിന്നും പോകുമെന്ന് പറയാണ്. പിന്നീട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മോളെ ചിന്നു നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, എന്റെ അമ്മ വരുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എന്റെ അമ്മയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? അമ്മയെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്ന് ചെറിയമ്മ പറഞ്ഞതല്ലേ, എന്തെങ്കിലും വിവരം കിട്ടിയോ അച്ഛ എന്ന് ചോദിക്കുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല മോളെ എന്ന്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഈ അർച്ചന എന്ത് പണിയാണ് ചെയ്തത്? അവൾക്ക് വേണ്ടി വഴിപാടെടുത്ത ചിന്നുപ്പത ആശുപത്രിയിലുമായി. എന്നിട്ടിപ്പോൾ ചിന്നുവിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ അവൾക്ക്? എന്നാലും നിന്നെ കളഞ്ഞിട്ട് പോയല്ലോ മോളെ അവളെ എന്ന് ചന്ദ്ര പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, ഇല്ല, എന്റെ അമ്മ അങ്ങനെയൊന്നും പോവില്ല, എന്റെ അമ്മ തിരിച്ചു വരുമെന്ന് പറയുമ്പോ വിജയശങ്കർ ചോദിക്കുന്നുണ്ട്, എന്നിട്ടിപ്പോൾ നിന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, മോൾക്ക് 18 വയസ്സായപ്പോൾ അമ്മയ്ക്കൊരു ബാധ്യതയായി കൊണ്ടാണ് അമ്മ സ്ഥലം വിട്ടത്. നീ അമ്മയെ കുറിച്ചൊന്നും ആലോചിക്കാതെ കിടന്നുറങ്ങെന്ന് ചന്ദ്ര പറയാണ്. അപ്പോഴേക്കും അർച്ചനയും അനിയന്മാരും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അനന്തനപ്പോ അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ അകത്തേക്ക് വരുന്നില്ല, ആ വിജയ് ശങ്കറിനെയും ഭാര്യയും കണ്ട എനിക്ക് രണ്ട് പൊട്ടിക്കാൻ തോന്നും, നിങ്ങൾ പോയിട്ട് വായോ, ഞാനിവിടെ നിൽക്കാമെന്ന് അനന്തൻ പറയാണ്. അർച്ചനയും അനിയന്മാരും വന്ന് വാതിൽ മുട്ടുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ആ നഴ്സുമാരായിരിക്കും, ഈ ഹോസ്പിറ്റലിൽ ഒരു പ്രൈവസിയും ഇല്ല, കമ്മിങ് എന്ന് പറയുമ്പോഴേക്കും അർച്ചനയും അനിയന്മാരും അകത്തേക്ക് വരികയാണ്. അർച്ചനയെ കണ്ട് വിജയശങ്കറും ചന്ദ്രയും ആകെ ഷോക്കാവുന്നുണ്ട്. ചിന്നുവിനാണെങ്കിൽ അമ്മയെ കാണുമ്പോൾ ആകെ സന്തോഷവും ആവുന്നുണ്ട്. അർച്ചന വേഗം തന്നെ വന്ന് ചിന്നുവിന്റെ അടുത്തിരുന്നുകൊണ്ട് മോളെ എന്ന് പറഞ്ഞ് ചിന്നുവിനെ നോക്കുകയാണ്. ചിന്നുവിന്റെ കൈ പൊള്ളിയതെല്ലാം അർച്ചന നോക്കുന്നുണ്ട്. എന്നിട്ട് എന്തിനാ മോളെ നീ ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ജയശങ്കർ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴാണോ നിനക്ക് നിന്റെ മോളെ ഓർമ്മ വന്നതെന്ന് ചോദിക്കുമ്പോ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇവിടെയൊക്കെയോ ചുറ്റിക്കറങ്ങിയിട്ട് വന്നിരിക്കുന്നു, നിന്റെ മോളെ ഹോസ്പിറ്റലിൽ കിടത്തിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സുഖായപ്പോ വലിഞ്ഞു കയറി വന്നിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോ അർച്ചന ആകെ സങ്കടപ്പെടുന്നുണ്ട്. മുകുന്ദൻ അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ, വലിഞ്ഞു കയറി വന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, നിർത്തടാ, ഞാൻ ഇവളുടെ അച്ഛനാണ്, അല്ലാതെ വലിഞ്ഞു കയറി വന്നതല്ല, ഇത് മറന്ന് സംസാരിച്ചാൽ നീ വിവരം അറിയും എന്ന് പറയുമ്പോ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്ത് ചെയ്യും, നിങ്ങൾ എന്നെ ഇറക്കി വിടുമോ എന്ന് ചോദിക്കുമ്പോ അച്ചു വിജയശങ്കറിനോട് പറയുന്നുണ്ട്, ചിന്നുവിന്റെ അമ്മ വന്നോ, ഈ ചിന്നുവിന്റെ അമ്മയെ നിങ്ങൾക്ക് ഇറക്കി വിടാൻ ധൈര്യമുണ്ടെങ്കിൽ അത് ചെയ്യെന്ന് പറയുമ്പോ ചിന്നു അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മേ വഴക്ക് വേണ്ട എന്ന് പറയുമ്പോ അർച്ചന വിജയശങ്കറിനോട് പറയുന്നുണ്ട്, ചിന്നുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് എന്റെ സഹോദരന്മാരാണ്, ഇവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, നീ ഇവളെ കളഞ്ഞിട്ട് പോയതല്ലേ, ഞാനേ അപ്പോ ഇവളെ സംരക്ഷിക്കാനുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സംരക്ഷണ കഥയൊക്കെ എനിക്കറിയാം, എന്റെ അനിയന്മാരെ ഇറക്കി വിട്ടിട്ട് അച്ഛനാവാൻ നോക്കിയതാണോ ഇത്ര വലിയ സംരക്ഷണം എന്ന് ചോദിക്കുകയാണ്. വിജയശങ്കറിന് ഇത് കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രപ്പ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഇവിടെ കയറി വന്ന് ഇതെല്ലാം നിനക്ക് പറയാൻ എന്ത് അവകാശമാണുള്ളത്? എല്ലാ കോണ്ടാക്റ്റുകളും ഉപേക്ഷിച്ച് നീ എവിടെ കറങ്ങാൻ പോയതാണെന്നും ആർക്കൊപ്പം പോയതാണെന്നൊക്കെ അധികം വൈകാതെ തന്നെ അറിയുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എല്ലാം കേട്ട് മുകുന്ദൻ പറയുന്നുണ്ട്, ഇതേ എന്റെ ചേച്ചിയെ അധിക്ഷേപിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ പല്ലടിച്ചു കൊഴിക്കുമെന്ന് പറയുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, നീ അത്രയ്ക്കായോടാ, നാ പല്ലു കൊഴിക്കടാ എന്ന് പറയുന്നുണ്ട്. വീണ്ടും മുകുന്ദനും വിജയശങ്കറും തമ്മിൽ വാക്കുതർക്കമാവുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേണ്ട, ഞാൻ സംസാരിച്ചോളാം. അർച്ചന പറയുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, സംസാരിക്കേണ്ടത് ഞാൻ സംസാരിച്ചോളാം, മോളെ ചിന്നു, നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയ നിന്റെ അമ്മയെ നിനക്ക് ഇനിയും വേണോ എന്ന് ചോദിക്കുമ്പോ ചിന്നു ആകെ ഞെട്ടുന്നുണ്ട്. ചന്ദ്രയും അപ്പൊ ചോദിക്കുന്നുണ്ട്, ഈ ഇവിടെ കിടന്നപ്പോൾ നിന്നെ നോക്കാൻ ഞാനും നിന്റെ അച്ഛനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, കാര്യം കഴിഞ്ഞപ്പോൾ വന്ന നിന്റെ അമ്മയെ നിനക്കിനി എന്തിനാണെന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, നിനക്കിനി നിന്റെ അച്ഛനുണ്ട്, ഇവരോട് ഇറങ്ങി പോവാൻ പറ എന്ന് വിജയശങ്കർ പറയുന്നുണ്ട്. ഞാനത് പറയില്ല, എനിക്ക് എന്റെ അമ്മയെ വേണം, ഞാനാണ് എന്റെ അമ്മയെ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്റെ അമ്മയെ എനിക്കറിയുന്നത് പോലെ വേറെ ആർക്കും അറിയില്ല, അച്ഛൻ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്റെ അമ്മയെ ഇനിയും അപമാനിക്കരുത്, ഇനിയും അങ്ങനെ ചെയ്താൽ അച്ഛനെ വെറുത്തു പോകുന്ന മോളാവും ഞാൻ എന്നൊക്കെ ചിന്നു പറയുമ്പോ വിജയശങ്കറിനും ചന്ദ്രയ്ക്കും ആകെ ദേഷ്യം വരികയാണ്. അർച്ചനയ്ക്കാണെങ്കിൽ ചിന്നുവിന്റെ വാക്കുകൾ കേട്ട് നല്ല സന്തോഷാവുന്നുണ്ട്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, ഇനിയിപ്പോ ചിന്നുവിന്റെ കൂടെ അമ്മയുണ്ട്, നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല എന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് ചിന്നു പറയട്ടെ, മോളെ നിനക്ക് നിന്റെ അമ്മയെ വേണോ അച്ഛനെ വേണോ എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, എനിക്ക് എന്റെ അമ്മയെ മതിയെന്ന്. അച്ഛനയ്ക്ക് അപ്പോൾ ആകെ സന്തോഷാവുന്നുണ്ട്. ചിന്നുവിനെ ചേർത്ത് പിടിച്ച് ചിന്നുവിനൊരു ഉമ്മ കൊടുക്കുകയാണ്. ചന്ദ്ര
ചന്ദ്ര എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, നിന്റെ അമ്മ ഇല്ലാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് നിന്നെ വേണമായിരുന്നു, ഇപ്പൊ ഞങ്ങളെ വേണ്ട. നീയും എന്തിനാണ് വിജയേട്ട നമ്മളിവിടെ നിൽക്കുന്നത്, വാ പോവാമെന്ന് പറഞ്ഞ് ചന്ദ്ര വിജയ് ശങ്കറിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ചന്ദ്ര വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് ഇങ്ങനെയെല്ലാം ഉണ്ടാവുമെന്ന്. എന്നിട്ടിപ്പോ എന്തായി എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അച്ഛനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു അവൾ വരുമെന്ന്. ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ തല്ലാൻ വന്നു. അപ്പോ ആർക്കാണ് തല്ലുകൊണ്ടത്? മോളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തന്നെ തല്ല് കിട്ടിയില്ലേ എന്ന് ചന്ദ്ര ദേഷ്യത്തോടെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ നീ എന്ന് പറയുമ്പോൾ ചന്ദ്ര വിജയ് ശങ്കറിനോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. നാറി നാണം കേട്ടത് ഞാനല്ലേ, ഇത്ര നേരം ഇവളുടെ കൂടെ കൂട്ടിയിരുന്നിട്ട് ഇപ്പോൾ എന്റെ അവസ്ഥ എന്തായി? നാറി നാണം കെട്ടു എന്ന് പറഞ്ഞാലും പോരാ, ലോഷൻ ഒഴിച്ചു കുളിച്ചാൽ പോലും ഈ നാറ്റം മാറില്ലെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. പിന്നീട് അവരങ്ങനെ അവിടെ നിന്നും പോവാനായി നിൽക്കുമ്പോഴേക്കും അർച്ചനയുടെ അനിയന്മാർ അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് അവര് പറയുന്നുണ്ട്, ചിന്നുവിന് എപ്പോഴാണ് 18 വയസ്സായത്? അതിനു മുന്നേ ചിന്നുവിനെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലല്ലോ. ഞങ്ങളുടെ ചേച്ചിയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ പോലും ചിന്നുവിനെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് ചിന്നുവിനോട് നിങ്ങൾക്ക് സ്നേഹം വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, ഞങ്ങൾ എത്രയൊക്കെ സ്നേഹിച്ചാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനൊപ്പം പറയുന്നുണ്ട്, ഞങ്ങളുടെ ചേച്ചിയുടെ കയ്യിൽ നിന്നും ചിന്നുമോളെ ഒരിക്കലും നിങ്ങൾക്ക് തട്ടിയെടുക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ചന്ദ്രയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് വിശക്കുന്നു എന്ന് പറയുന്ന ചിന്നുവിന് അർച്ചന ഓറഞ്ച് കൊടുക്കുന്നുണ്ട്. ചിന്നു അപ്പോൾ മതി അമ്മേ, എനിക്ക് അമ്മ വന്നപ്പോൾ എന്റെ വിശപ്പെല്ലാം മാറി എന്നൊക്കെ ചിന്നു പറയുന്നുണ്ട്. അർച്ചന അപ്പോൾ ഓറഞ്ച് അവിടെ വെച്ച് മോളുടെ കൈ നോക്കിക്കൊണ്ട് മോൾ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, എന്റെ അമ്മയ്ക്ക് ഒരു ആപത്തും വരാതെ തിരികെ എത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്റെ അടുത്തില്ലാതിരുന്നപ്പോൾ എനിക്ക് വളരെ സങ്കടമായി, ഞാൻ ആകെ ഭയന്നു പോയി. അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് വരെ തോന്നി. അപ്പോഴാണ് ശരിക്കും അമ്മയുടെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് ചിന്നു പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, എങ്കിലും ഇങ്ങനെയൊക്കെ മോളെ നിനക്ക് ചെയ്യണമായിരുന്നോ? നന്നായിട്ട് പൊള്ളിയല്ലോ മോളെ എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, സാരല്ല അമ്മേ, അമ്മയ്ക്ക് വേണ്ടിയല്ലേ. അമ്മയെ കാണാനില്ല എന്ന പേടി വന്നപ്പോൾ ഞാൻ എല്ലാം മറന്നു. എന്നെ വളർത്താൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടതല്ലേ അമ്മ, ഇത്രയും കഷ്ടപ്പാടൊന്നും ഇതിനുണ്ടായില്ലല്ലോ അമ്മേ എന്ന് ചിന്നു പറയുമ്പോ അർച്ചനയ്ക്ക് സങ്കടാവുകയാണ്. മോളെ നിനക്ക് വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, നല്ല വേദനയുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ വേദനയെല്ലാം കുറഞ്ഞ അമ്മേ, ഇപ്പൊ എനിക്ക് വേദനയൊന്നുമില്ല. ഞാൻ കർപ്പൂര ദീപം എടുത്തതുകൊണ്ട് ദൈവം എന്റെ വിളി കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാവും അമ്മയ്ക്ക് ആപത്തൊന്നും കൂടാതെ എത്താൻ പറ്റിയത്. ഇതെല്ലാം പോട്ടെ അമ്മേ, അമ്മ എന്താണ് ഇന്നലെ വരാതിരുന്നതെന്ന് ചിന്നു ചോദിക്കുമ്പോ അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. വീണ്ടും ചിന്നു ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി അമ്മ വീട്ടിൽ വരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ രാത്രി എവിടെയാണ് താമസിച്ചത്? എനിക്ക് പേടിയായില്ലേ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഇന്നലെ എനിക്ക് അവിടെ നിന്നും ബസ് കിട്ടിയില്ല മോളെ, എന്റെ പേടി മുഴുവനും നിന്നെ കുറിച്ച് ആലോചിച്ചായിരുന്നു. അപ്പോ കണ്ടില്ലേ, ഞാൻ പേടിച്ചതുപോലെ തന്നെ എല്ലാം സംഭവിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, ഇനി തനിച്ച് എങ്ങോട്ടേക്കും പോവല്ലേ, എനിക്ക് പേടിയാണെന്ന് പറയാണ്. എന്നപ്പോ പറയുന്നുണ്ട്, എന്റെ ചിന്നുവിനെ വിട്ടിട്ട് ഇനി ഞാൻ ഒരിടത്തേക്കും പോവില്ലെന്ന് പറയാണ്. ഇതിനുശേഷം ചന്ദ്ര ആ മാധ്യമ പ്രവർത്തകനെ വിളിക്കുന്നുണ്ട്. ഞാൻ വിജയ് ശങ്കറിന്റെ ഭാര്യ ചന്ദ്രലേഖയാണ്. ഇന്ന് രാവിലെ അവിടെ വന്നിരുന്നു. ഞാനൊരു ന്യൂസ് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞില്ലേ, അത് പബ്ലിഷ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോ ആ മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട്, ഇല്ല, പബ്ലിഷ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, കുറച്ച് തിരക്കിലായിരുന്നു എന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ശരി, നീ എന്തായാലും ആ വാർത്ത കൊടുക്കണ്ട. ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയായിരുന്നു. ആ സ്ത്രീ ഒളിച്ചോടി പോയത് തന്നെയാണ്. പക്ഷെ അവരിന്ന് തിരിച്ചു വന്നു. എന്തായാലും നന്നായി. ഇനി ആ വാർത്ത കൊടുക്കണ്ട. ഇനി അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേസാവുമെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പൊ ആ മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട്, ശരി മേഡം, ഞാനിനി അത് കൊടുക്കുന്നില്ലെന്ന് പറയാണ്. ചന്ദ്ര അപ്പോ ശരി, ഞാൻ രാവിലെ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് തന്നില്ലേ, അതെനിക്ക് തിരിച്ച് അക്കൗണ്ടിലേക്ക് ഇട്ടു തരൂ എന്ന് പറയാണ്. മാധ്യമ പ്രവർത്തകൻ അപ്പോ ഒന്നും അറിയാതെ ഏത് ക്യാഷ് എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, രാവിലെ ന്യൂസ് കൊടുക്കാൻ വേണ്ടി ഞാൻ തന്ന ക്യാഷ് അതെനിക്ക് തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകൻ പറയുന്നുണ്ട്, സോറി മേഡം, ആ ക്യാഷ് ഇനി എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല. കേസിന്റെ കാര്യവും പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. ഒരു സ്ത്രീയെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്ത കൊടുക്കാനല്ലേ നിങ്ങൾ പറഞ്ഞത്? അതിനുവേണ്ടി എനിക്ക് കുറച്ച് പണിപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ആ വാർത്ത കൊടുക്കാതിരിക്കാനും ആ ക്യാഷ് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എന്തായാലും ഇനി ആ ക്യാഷ് തിരിച്ചു തരാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, തനിക്ക് എന്നെ ശരിക്കും അറിയില്ല. ഇങ്ങനെയാണെങ്കിൽ തന്റെ ചാനൽ ഞാൻ പൂട്ടിക്കുമെന്ന് പറയുമ്പോൾ ആ മാധ്യമ പ്രവർത്തകൻ പറയുന്നുണ്ട്, പേടിപ്പിക്കാതെ പോ പെണ്ണും പിള്ളേ, നീ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാർത്ത നിങ്ങൾക്കെതിരെ ഞാനാക്കും. അഡ്വക്കേറ്റ് വിജയ് ശങ്കറിന്റെ ഭാര്യ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വരും എന്നും പറഞ്ഞുകൊണ്ട് ആ മാധ്യമ പ്രവർത്തകൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നാൽ ചന്ദ്രയ്ക്ക് ഇതെല്ലാം ആലോചിച്ച് ആകെ ദേഷ്യം വരുന്നുണ്ട്. രാത്രി 12 മണിയായി കാണും. ഹോസ്പിറ്റലിൽ അർച്ചനയും ചിന്നും നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോഴാണ് അവരുടെ വാതിൽ വന്ന് മുട്ടുന്നത്. അർച്ചന ചിന്നുവിനെ നോക്കിക്കൊണ്ട് വാതിൽ പോയി തുറക്കുന്നുണ്ട്. അവിടെ വന്നിരിക്കുന്നത് അർച്ചനയെ കാട്ടിനുള്ളിൽ വെച്ച്
രക്ഷിച്ച ആ രക്ഷകനായിരിക്കും. രക്ഷകനെ കണ്ട് അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോ രക്ഷകൻ പറയുന്നുണ്ട്, ഞാനിവിടെ വരണമെന്ന് കരുതിയതല്ല, നിങ്ങൾ എന്നെ വരുത്തിച്ചതാണ്, നിങ്ങളാള് മിടുക്കിയാണല്ലോ എന്നൊക്കെ രക്ഷകൻ പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നും പോവണം, എന്റെ മോൾ ഉണരുമെന്ന് പറയുമ്പോ രക്ഷകൻ പറയുന്നുണ്ട്, മോൾ ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് ചോദിക്കും. ആരാണെന്ന് നിങ്ങൾക്ക് അവളോട് പറയാൻ കഴിയില്ല, ആരാണെന്ന് പറയണം, അതാണ് നിങ്ങളുടെ പേടിയെന്ന് രക്ഷകൻ ചോദിക്കുകയാണ്. അർച്ചന അപ്പോൾ ആകെ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ശല്യം ചെയ്യാതെ നിങ്ങൾ ഇവിടുന്ന് പോവണം എന്ന് പറയുമ്പോ രക്ഷകൻ പറയുന്നുണ്ട്, പോവാം, പക്ഷേ എന്റെ വിലപ്പെട്ടൊരു സാധനം നിങ്ങളുടെ കൈവശമുണ്ട്, അത് തിരികെ കിട്ടാതെ എനിക്ക് പോവാനാവില്ല, അത് നിങ്ങൾ തിരികെ തരാൻ തയ്യാറാവണമെന്ന് പറയുമ്പോ അർച്ചന ആകെ ഷോക്കാവുകയാണ്. ഒന്ന് പോയോ നിങ്ങൾ, ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് വായിക്കാൻ തന്നിരുന്നു, അതെനിക്ക് തിരികെ കിട്ടണമെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ആ ബുക്കാണോ, അത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോ രക്ഷകൻ പറയുന്നുണ്ട്, എനിക്കത് അവിടെ നിന്നും കിട്ടിയില്ല, അതെനിക്ക് വേണം, നിങ്ങൾ എടുത്തോണ്ട് വരൂ എന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, എന്റെ കയ്യിൽ നിങ്ങളുടെ ബുക്കില്ല, ദയവ് ചെയ്ത് ശല്യം ചെയ്യാതെ ഇവിടെ നിന്നും പോയെന്ന് പറയാണ്. രക്ഷകനപ്പ പറയുന്നുണ്ട്, എന്റെ ഹൃദയമാണ് പുസ്തകങ്ങൾ, ആ പുസ്തകം മോഷ്ടിച്ച കള്ളിയാണ് നിങ്ങൾ, ഇത് കിട്ടാതെ ഞാൻ പോവില്ലെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാനായി നിൽക്കുമ്പോ ആ രക്ഷകൻ അർച്ചനയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അർച്ചനയ്ക്ക് അപ്പോൾ ദേഷ്യം വന്ന് കൈ തട്ടി മാറ്റുന്നുണ്ട്. രക്ഷകൻ അപ്പോൾ വീഴാനായി പോവുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.